നമ്മൾ തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ നമ്മൾ ഒന്നുകിൽ ചെറുകുന്ന് അന്നപൂർണേശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പെരളശ്ശേരിയിലോ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ തൃച്ചംബരത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് ഏകദേശം 11 മണി കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും 12 മണിക്ക് അടയ്ക്കും. അപ്പം നമ്മൾ ഓടിയെത്തുമ്പോഴേക്കും ആ ഒരു സമയമാവും. അപ്പം നമുക്ക് ക്ഷേത്രത്തിലകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ 2 ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്യാണ്. നേരെ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് കണ്ണൂരുള്ള ഫേമസ് ഒരു ഹോട്ടലുണ്ട്. ചെറിയ ഹോട്ടലാണ്, ഊണൊക്കെ കിട്ടുന്നത്. ഒത്തൻസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഒത്തൻസ് ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ. അപ്പം അവിടെ ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ഇന്നലെ പറഞ്ഞ മാതിരി നമ്മുടെ പറശ്ശിനിയുടെ അവിടെ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒരു ഡ്രോൺ പറത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കണ്ണൂർക്ക് പോവാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോട് നിപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങല്ലേ. പക്ഷേ ഒന്നും കഴിക്കാനൊന്നും ഇറങ്ങല്ലേ. പക്ഷേ 2 സ്ഥലങ്ങളൊന്നും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് നമ്മുടെ സിനിമ ലൊക്കേഷനാണ്, അത് കാണാൻ പറ്റിയ കാരണമല്ലേ, അതൊന്ന് കാണണമെന്നുണ്ട്. അപ്പം നേരെ നമുക്ക് കണ്ണൂർ ഒത്തൻസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ കണ്ണൂരിലെ പ്രസിദ്ധമായ ഹോട്ടൽ ഒത്തൻസ്. കുറച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും. ഒത്തൻസിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിറങ്ങി കേട്ടോ. ചോറ് 2 അയക്കൂറ വാങ്ങിച്ചു, ഒരു കല്ലുമ്മക്കായ വാങ്ങിച്ചു. ചോറിന് 70 രൂപ കേട്ടോ. പായസം ഉണ്ട്. ഞാൻ വിചാരിച്ചു പായസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ ഒപ്പമാണ്. പായസത്തിന് 25 രൂപ കേട്ടോ. അത് ഭയങ്കര മോശം പായസമായിരുന്നു, ചെറുപയർ പായസമായിരുന്നു. നഷ്ടമാണത്. അയക്കുറയ്ക്ക് 230 രൂപ, കല്ലുമ്മക്കായ 250 രൂപ. 250 രൂപയ്ക്കുള്ള കല്ലുമ്മക്കായ ക്വാണ്ടിറ്റി ഉണ്ടായില്ല അല്ലേ? എന്നല്ല, അത് എല്ലാം കൂടി 974 രൂപ വന്നു. എന്നാലും അയക്കൂറ് ഒരു രക്ഷയില്ല കേട്ടോ, രക്ഷയില്ലായിരുന്നു. അത് അടിപൊളി സാധനമായിരുന്നു. പോകാം നമുക്ക്.